ഇന്നത്തെ കഥ അറിയോ? ഇന്നത്തെ കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ 44 പേര് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ പറയാം ഞങ്ങളില്ലേ, ഞങ്ങൾ 4:00 ഇറങ്ങുമ്പോൾ വെച്ചാൽ റെഡി ആയത്. ബട്ട് 4 മണിക്ക് കോളേജിൽ 4:30 കോളേജിൽ നിന്ന് ഐവിക്ക് പോവാ. അയ്യോ ഐവിക്ക് പോവാ. അപ്പൊ 4 ഒരാൾ വന്നില്ല, ആരും വന്നില്ല. ഗെസ്സി അതായത് ഞാൻ കൊറേ ആളുകൾ വെച്ചായിരുന്നു, 3:30 ചേർന്ന് 3:45 ചേർന്ന് കൊറേ ചേർന്ന്. ഞാൻ ഒരു കോള് വന്നിട്ട് എണീറ്റ് കഴിഞ്ഞപ്പോ 4:35 മെസ്സേജ് ഇട്ടു എപ്പോ വിളിക്കാൻ വേണ്ടി. 2:15 2:15 3:15 എന്തോ വിളിക്കാൻ വേണ്ടി മെസ്സേജ് ഇട്ടു. ഞാനല്ലേ ഞാൻ 3:10 സംസാരിച്ചു. ഇവരെന്നെ വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചു. എപ്പോഴാ വിളിച്ചേ? ഞാൻ 3:15 വിളിച്ചു. 3:15 ഞാൻ അലാം വെച്ചു. ഞാൻ 3 മണിക്ക് അടിച്ചത്. എന്നിട്ട് റെഡി ആകുന്നതിനൊക്കെ ഇവിടെ വിളിക്കാണ്ട് 3:15 അലാം വെച്ചു. എന്നിട്ട് അവള് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവൻ വിളിച്ചു. അതും കട്ട്. എടാ ഞാൻ നല്ല എന്നിട്ട് ഇവള് 4:00 വിളിച്ചിട്ട് പറയുകയാണ് ഇവളെ വിളിക്കാൻ. ഇവളത് ഹോസ്റ്റലിലേക്ക് പോയാണ് കേട്ടോ. ഏതാണ് മറ്റേ മുത്തുവിന്റെ ഹോസ്റ്റലിൽ. മുത്തുള്ള ഹോസ്റ്റലിൽ പോയി നിന്നിട്ടില്ലേ ഞങ്ങൾ വിളിക്കാൻ പോവാൻ. അല്ലെ എടാ ക്യാമറ കാണാം. ലൈക്ക് മുത്തുപൂച്ച അറിയില്ലേ? മുത്തുപൂച്ച കണ്ടെങ്കിൽ റീലാണാൻ പോകും. ലൈക്ക് ഓക്കെ അതിനകത്തുള്ള ആ പൂച്ചയുടെ ഹോസ്റ്റലല്ലേ, ആ ഹോസ്റ്റലിൽ പറയാ ഞങ്ങളത് വിളിക്കാൻ ചെല്ല. ഞങ്ങൾക്ക് വണ്ടി ഉണ്ടോ? ഞങ്ങൾക്ക് 0 വണ്ടി. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയത്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെ നമ്മുടെ നല്ലവനായ ചങ്കായ ആനന്ദ്, അവൻ പോയിപ്പിക്കുന്നു. ആക്ച്വലി എന്നെ ആനന്ദ് വിളിച്ചു. ആനന്ദ് എപ്പോഴാണ് വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4:35 ആയപ്പോ ആനന്ദ് വിളിച്ചു. ആനന്ദ് വിളിച്ചപ്പോ അപ്പൊ ഞാൻ ലൈക്ക് ആ കോള് കട്ട് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ടൈം പോയി കഴിയുമ്പോ 4:35 ലൈക്ക് 4:35 എന്ന് പറയുമ്പോ അവിടെ വണ്ടി എടുക്കാൻ പോവാ. ഞാൻ 2 പോലാന്ന് എനിക്കറിയാം. 44 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു.